ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു എക്സിബിഷന് പോവാം. ഈ ദുബായിലത്തെ എക്സിബിഷൻ എങ്ങനെയാണെന്ന് കാണണമല്ലോ. ഇത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നടക്കുന്ന എക്സിബിഷൻ അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ വാങ്ങിക്കാനൊന്നും നടക്കത്തില്ല. നമ്മളിങ്ങനെ കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പോയിട്ട് അപ്രോച്ച് ചെയ്യലാണ്. അതായത് ദേ ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദെയർ സെൽഫ് ഡെയർ. പക്ഷേ സംഭവം ചെറുതായിട്ട് പാളി. ഞങ്ങൾക്ക് കമ്പനിക്ക് ആവശ്യമുള്ളത് കുറച്ച് സംഭവങ്ങളെ കിട്ടിയുള്ളൂ. പകരം പിന്നെ അങ്ങോട്ട് ഫുഡോട് ഫുഡായിരുന്നു. ഈ കുനാഫയുടെ ചോക്ലേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൈ നിറയെ ചോക്ലേറ്റ്സ് കിട്ടി. ഏത് കടയിൽ തിരിഞ്ഞാലും ചോക്ലേറ്റോ ചോക്ലേറ്റ്. ആൻഡ് കിട്ടിയതൊക്കെ ഞങ്ങൾ പോക്കറ്റിലിടുകയും ചെയ്തു. ഇനി പോയി കഴിക്കാമല്ലോ. ഇപ്പം തന്നെ കഴിച്ചത് വെക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഈ ചോക്ലേറ്റായി, ആ ചോക്ലേറ്റായി, മറ്റേ ചോക്ലേറ്റായി, ഡ്രൈ ഫ്രൂട്ട്സ് വരെ കിട്ടി. സംഭവം എന്തായാലും വന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി അടുത്തൊരു എക്സിബിഷനിൽ കയറി. ഇനി അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അവിടെയും നേരിക്കണ കുറേ ചോക്ലേറ്റ്സ്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ വന്നു, കുറച്ച് സമയം കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചിപ്സും സാധനങ്ങളൊക്കെ ആയിരുന്നു. ചോക്ലേറ്റ്സിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിപ്സാണ്. കാരണം റിയലി ടേസ്റ്റി, എവിടെയും കാണാത്തത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ചോക്ലേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടർക്കി വരെ കഴിക്കാൻ പറ്റി. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ടർക്കി കഴിക്കുന്നത്. ഷോയിങ് ദെയർ അങ്ങനത്തെ എന്തോ ഒരു മെഷീൻ അവർക്കുണ്ട് എന്നൊരു സംഭവമാണ്. ബട്ട് ഈ ടർക്കി ശരിക്കും കൊള്ളാം. നമ്മൾ ചിക്കൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. എന്തായാലും വന്നത് മുതലായി, കൈ നിറയെ ചോക്ലേറ്റ്സ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ കിട്ടിയ ജ്യൂസും കുടിച്ച് ഇവിടുത്തെ പരിപാടി നിർത്തി. അപ്പം പിന്നെ കാണാം. ബൈ ബൈ.